നമ്മളെ കഴിഞ്ഞ വീഡിയോ നല്ല ലെങ്ത്ത് കൂടിയതിനെ കൊണ്ട് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തേതാ അതിൻ്റെ ബാക്കിയാണ്. പൂളിലുള്ള കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തൊട്ടപ്പുറത്തൊരു അരുവി പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് പോവാട്ടോ. ഇങ്ങോട്ട് വരാൻ ഇതൊക്കെയാണ് ലൈഫ്. വെറുതെ കാണാഞ്ഞത്. റിസോർട്ടിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ട്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കാണ് എത്തുക. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയത്തൊക്കെ നല്ല സ്ലോ ആയിട്ടൊരു വെള്ളം വന്നത്. പക്ഷെ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ കൂടി. വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ നല്ലോണം കൂടാൻ തുടങ്ങി. നമുക്ക് മുകളിൽ നിന്ന് തന്നെ സൗണ്ട് കേൾക്കാം, വെള്ളം നല്ലോണം ഫാസ്റ്റിൽ വരണേ. വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോന്ന്. അങ്ങനെ പിന്നെ നമ്മളിവിടെ പാട്ടും ഡാൻസും അങ്ങനെ പോയി. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ റൂമിലേക്ക് വന്നിങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് വേണം നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റീലെടുക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്. നല്ല വൃത്തിയിലുണ്ടായിരുന്നത്. ഇപ്പം നമ്മളെല്ലാവരും കൂടെ കിടന്നപ്പോൾ ഇങ്ങനെ ആയതാണ്. അപ്പോൾ ഇതാണ് ബെഡ്. അപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇവിടെ ഒരു ബെഡുണ്ട്, ഇവിടെ ഒരു ബെഡുണ്ട്. പിന്നെ ആവശ്യത്തിലധികം ബ്ലാങ്കറ്റുകളുണ്ട്, എത്ര വേണമെങ്കിലും എടുക്കുക, അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇവിടെ ഒരു ബെഡുണ്ട്. ഇവിടെ ഒന്നും ലൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു ഫീലാണ് ഇങ്ങനെ കാണുമ്പോൾ. ഇവിടെ ഇതൊക്കെ നമ്മളെ ലഗേജസ് ആണ്. ഇനി നിങ്ങൾ എടുക്കില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഡ്രസ്സ് ജസ്റ്റ് മാറ്റി റീലെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ താഴത്തേക്ക് പോകാൻ നമ്മൾ ലഗേജൊക്കെ എടുത്ത് പോവാണ്. എന്നിട്ട് നമ്മളിതൊക്കെ റൂം കൊണ്ടുപോയി വെച്ചിട്ട് വേണം നമുക്ക് റീലൊക്കെ എടുക്കാൻ പോകാൻ. ഇവിടെ ഫറാസ് ഉണ്ട്. ഗൈസ് നമ്മളിപ്പം നേരെ നമ്മൾ പോകണത് എങ്ങോട്ടൊക്കെ വെച്ചാൽ ഇനി റൂമിൽ പോയിട്ട് മാറ്റാൻ പോകട്ടോ. വീണ്ടും മാറ്റാൻ പോകണം. ബട്ടർഫ്ലൈ ഗൈസ് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവിടെ വെളിച്ചമില്ല, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോൾ ഇതാണ് റൂമൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോകണം. നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒഴിവൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് പോകണമെങ്കിൽ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പൂളൊക്കെ ഇപ്പം വിശാലമായിട്ട് കിടക്കുന്നുണ്ട്. നേരത്തെ എന്തേലും ഇവിടെ തിരക്ക്. ഇതാണ് ഇപ്പം നേരത്തെ പൂളിലേക്ക് ഇട്ട ഡ്രസ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിക്കണം. ഇവിടെ ഒക്കെ ഇങ്ങനെ ഒഴിഞ്ഞെടുക്കാണ്. ഒരാൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമുക്കൊരു കിച്ചൺ ഉണ്ട്. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കണം. അവിടെ നമ്മളേതായിട്ടുള്ള രീതിക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി തിന്നാം. ഇവിടെ ആയിട്ടാണ് പ്രയർ റൂം. നമ്മളിവിടെ നിസ്കരിക്കാൻ പോകണം. പിന്നെ അവിടെ ബാക്കി ഉള്ള ആൾക്കാരൊക്കെ കളിക്കലും ഒക്കെ ആണ് കേട്ടോ. നമ്മളെന്തായാലും പോയിട്ട് നിസ്കരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഗ്രില്ല് ചെയ്യാനും അതുപോലെ ബാക്കി പരിപാടികളിലേക്ക് കടന്നത്. അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് എല്ലാവരും ഇരുന്ന് പാട്ടാടുന്നുണ്ട്, കൈമുട്ടുന്നുണ്ട്. അപ്പുറത്ത് കുറച്ച് ആൾക്കാർ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ച് നേരെ നമുക്ക് കസാലക്കളി കളിക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലാണ്. അങ്ങനെ കസാലക്കളൊക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇവിടെ നമുക്കുള്ള ഫുഡ് സെറ്റ് ആയിക്കണേ. അപ്പോൾ പൊറാട്ടയും അതുപോലെ ചപ്പാത്തിയാണ്. എല്ലാവരും പൊറാട്ട തിന്നൂല. പൊറാട്ട ചെറിയ മക്കളൊന്നും അങ്ങനെ തിന്നൂല. അപ്പം അതിനെ കൊണ്ടവർക്കൊക്കെ ചപ്പാത്തി തിന്നാത്തവർക്ക് പൊറാട്ടയും അങ്ങനെയൊക്കെയാണ്. നല്ല എക്സ്പീരിയൻസ് തോന്നുന്നു. അങ്ങനെ പിന്നെ ഫുഡൊക്കെ സെറ്റായപ്പം നമ്മളെല്ലാവരും നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം പൊറാട്ടയും അതുപോലെ അൽഫാമും ഉണ്ട്. പിന്നെ സോസ് ഉണ്ട്. പക്ഷെ എനിക്ക് സോസ് ഇഷ്ടമില്ലാത്തതിനെ കൊണ്ട് ഞാൻ എടുത്തില്ല. അൽഫാമും ഗ്രില്ലഡ് അൽഫാമും. അപ്പം നമ്മളെ ബായ് ഉണ്ട് നമ്മളെ കൂടെ. നമ്മളെ റിസോർട്ടിൽ ഉണ്ടായ മാങ്ങാണിത്. അപ്പം നമ്മൾ നിന്നോടത്ത് ഒരു 10 മണി വരെ പാട്ടൊക്കെ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഹോളുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഡാൻസ് കളിക്കാതിരിച്ചില്ല. ശിവരാത്രി പോലെ ഉറക്കില്ല.
നമ്മളൊരു ഗെയിം കളിക്കാൻ പോകണം. റിഫ ഗെയിം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമ്മൾ നേരെ ടീമായിട്ടിരിക്കും. അതിലൊരാൾ പോയിട്ട് പോയിട്ട് ഒരു ടീമിന്റെ സിനിമയുടെ പേര് പറഞ്ഞു. ആ സിനിമന്റെ പേര് അവിടെ പോയി അഭിനയിക്കണം. എല്ലാം അങ്ങനല്ല. അങ്ങനെ പിന്നെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് 2 ടീമാക്കിയിട്ട് മാറ്റി. അതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് ആൾക്കാർ പാട്ട് പാടുന്നുണ്ട്. പിന്നെ അതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്ത് വോയിസ് കൊടുക്കുന്നത്. നമുക്കവിടെ കോപ്പിറൈറ്റ് വരും. അപ്പോൾ അതാ മക്കളൊക്കെ ഇവിടെ ഒരു ബെഡ് ഇട്ടിട്ട് നമ്മൾ കിടത്തിക്കണം. ഉറങ്ങണ മക്കളൊക്കെ അവിടെ ഉറക്കണം. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഗെയിമിലുള്ള പ്രിപ്പറേഷനിലാണ്. അങ്ങനെ പിറ്റേത്തെ ദിവസം രാവിലെ എണീച്ചപ്പം നമ്മൾ കണ്ടത് ഈ ഒരു വ്യൂ ആണ്. അങ്ങനെ നമ്മളെല്ലാവരും എണീക്കാൻ കുറച്ച് ലേറ്റ് ആക്കിയിട്ട്, കാരണം ഉറങ്ങാൻ എന്തായാലും ഒരു 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പം എണീക്കാൻ ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സൺറൈസ് കാണാനൊന്നും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ എണീച്ച് എല്ലാവരും ഇവിടെ വന്നിരിക്കുമ്പം ചായയും അതുപോലെ എഗ്ഗും ഉണ്ട്. എഗ്ഗ് പിന്നെ ഞാൻ തിന്നിട്ടില്ല. അപ്പോൾ പിന്നെ നല്ല തണുപ്പൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയിരിക്കണേ. അങ്ങനെ നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മമ്മൂട്ടി സ്ലോ മോഷൻ ആണോ അവിടെ? ഞാൻ ഷട്ടിൽ കളിക്കാവോ? കളിക്കാം. അങ്ങനെ രാവിലെ പിന്നെ നമ്മളെല്ലാവരും നേരെ ഫുട്ബോൾ കളിക്കാൻ വന്നത്. ഞാനില്ല, ഇവരെല്ലാവരും കൂടി ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ അതൊക്കെ അങ്ങനെ വീഡിയോ എടുത്ത് നടത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാൻ റിസോർട്ടൊക്കെ ഒന്ന് മൊത്തത്തിൽ ചെറുതായിട്ട് മഴ ചാറുണ്ട്. പക്ഷെ എനിക്കിവിടെ മൊത്തത്തിലൊന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തരാനുള്ളതിനെ കൊണ്ട് ഞാനിപ്പം ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവാണ്. സത്യമായിട്ട് ഇവിടേക്ക് പ്രവേശനമില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പോണ സമയത്ത് നമുക്ക് ഇവിടെ ഗേറ്റിന് കൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ റിസോർട്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മൾ നല്ല ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഷട്ടിലൊക്കെ കളിച്ചിരുന്നു. പിന്നെ ചെറുതായിട്ട് മഴ ഉള്ളതിനെ കൊണ്ട് ആ ഒരു സീനുണ്ട്. പിന്നെ ഇവിടെ കുറേ കൊക്കോൻ്റെ ഒക്കെ മരമുണ്ട്, കൊക്കോ കായൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളെ ഫാമിലി മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് എന്തൊക്കെ എടുക്കാനൊക്കെ ആണ് സംഭവം. രാവിലെ ലൈറ്റായിട്ട് ചായ അടിച്ചതിന് ശേഷം നമ്മളെല്ലാവരും നേരെ പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അത് അവരെ വിളിക്കാൻ വേണ്ടി പോട്ടെ. നമുക്ക് പൂളിലേക്കുള്ള ഡ്രസ്സ് മാറ്റിയിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാൻ. അമ്നൂസൊക്കെ അത് അവിടെ സെറ്റായി നിൽക്കുകയാണ്. ഗൈസ് നമ്മളിനി കുളിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ പൂളിൽ കുറച്ച് നേരം കളിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മളോട് പറഞ്ഞത് തൊട്ടപ്പുറത്തുള്ള നമ്മൾ ഇന്നലെ പോയ അരുവി ഉണ്ടല്ലോ, ഒന്നും കൂടി അവിടേക്കൊന്ന് പോയി നോക്കാമെന്ന്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇന്നലെ പോയപ്പോൾ ഉള്ളതുപോലെ ഇല്ലേനു ഇന്ന് അവിടെ. ഇന്നലെ നല്ല ഒച്ചപ്പാട് ഇനി വെള്ളം വരണതിൻ്റെ ഒക്കെ. പക്ഷെ ഇന്ന് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. നല്ല സൈലൻ്റ് ആയിരുന്നു. വെള്ളം കണ്ടില്ലേ, വലിയ ഫാസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഇതാ ഇപ്പൊക്കെ ഭയങ്കര നീന്തലാണ്. ഈ ഒരു വെള്ളത്തിന് നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല നമ്മൾ കാലൊക്കെ ഇട്ടാൽ നമ്മൾ ഈ തണുത്ത് വിറയ്ക്കണ പോലത്തൊരു സംഭവമാണ്. അങ്ങനെ അത് നമ്മളെല്ലാവരും കുറച്ചും കൂടി നേരം അവിടെ ഇരുന്നിട്ട് നമുക്ക് ഇനി റിസോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടുത്തെ കുളത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുളമല്ല വെള്ളച്ചാട്ടം അവിടെ പോയി വന്നെങ്കിൽ നമ്മൾ
നമ്മളവിടെ കുളിച്ച് മാറ്റാൻ വേണ്ടി പോകട്ടെ. അപ്പം എൻ്റെ ഒരു ഷോൾ ഞാൻ അവിടെ ചിക്കിടിഞ്ഞത് കൊടുക്കട്ടെ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ട്, കടലക്കറിയുണ്ട്, പിന്നെ പൂരിയുണ്ട്, ബാജിക്കറി ഉണ്ട്. വേണ്ടവർക്ക് വേണ്ടതൊക്കെ എടുത്ത് തിന്നാം. നമ്മളെല്ലാവരും പുട്ടും കടലക്കറിയാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ വന്ന എല്ലാവരും പുട്ടും കടലക്കറിയും ഒന്നല്ല കേട്ടോ തിന്നത്. ഞാൻ, റിഫ, റിഹ, ഷാന, നമ്മൾ 4 ആളും പുട്ടും കടലക്കറിയാണ് തിന്നത്. അങ്ങനെ നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് വിളമ്പാൻ വേണ്ടിയിട്ട് പോവാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ലൈറ്റ് ഫ്രണ്ടിലേക്ക് കിട്ടുള്ളൂ മോനെ. അങ്ങനെ റിഹിയും ഷാനയൊക്കെ വിളമ്പിയിട്ട് ഇന്നെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. ഞാൻ പിന്നെ വീഡിയോ എടുത്ത് നടക്കണതിനെ കൊണ്ട് ഒരു ഇനിയും കാത്തിക്കേനു. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട് റിഫ? ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്നാണ് ഇവിടുന്ന് പോണത്. ഇന്ന് തിരിച്ചു പോകും. അപ്പം നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ ജസ്റ്റ് മാറ്റി. നമ്മളിങ്ങി ഒരു മിനിറ്റ് മാറ്റിയിട്ട് നമ്മളിങ്ങി ജസ്റ്റ് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക. പിന്നെ നമുക്ക് യൂട്യൂബിൽ 4K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ കാണും. അങ്ങനെ പിന്നെ നമ്മൾക്ക് യൂട്യൂബ് ചാനൽ 4K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഉണ്ട്. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 4 കൊല്ലത്തിൻ്റെ അടുത്തോളമൊക്കെ ആയി. പക്ഷേ ഞാൻ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ. ഈ 2 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മാസമായിട്ടുള്ളൂ. ഈ 5-6 മാസത്തിൻ്റെ ഇടയിൽ ഒന്ന് നല്ലോണം എഫേർട്ട് ഇട്ടതിനൊക്കെ ഉണ്ട്. ആ എഫേർട്ട് ഇപ്പം നല്ലോണം നമ്മളെ ചാനലിൽ കാണാൻ. പിന്നെ നമ്മളെ മാമന്മാരും മാമിമാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് വീഡിയോ എടുക്കുന്ന കാര്യത്തിൽ. നമ്മളെ കുടുംബത്തിൽ പോലും ആർക്കും നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നതിനെ കൊണ്ട് ഒരു എതിർപ്പും ഇല്ല. എല്ലാവർക്കും നല്ല സന്തോഷം. ആദ്യം മുതലേ നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്നതാണ് എൻ്റെ ഈ കസിൻസ് റിഫ, റിഹ, ഫാമി, ഷാന. ഇവരൊക്കെ ഏതൊരു വീഡിയോ, പണ്ടത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ ഇവരൊക്കെയാണ്. ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ചെറിയ കാര്യമായിട്ട് തോന്നും. പക്ഷേ എനിക്കും എൻ്റെ കസിൻസിനും എൻ്റെ മാമന്മാർക്കും മേമകൾക്കും മാമിമാർക്കും എൻ്റെ ഇമ്മക്കും ഇപ്പക്കും ഒക്കെ അറിയാം ഞാൻ എത്രത്തോളം ഈ ഒരു ചാനലിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ആ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലം കാണുമ്പം എനിക്കും അവർക്കൊക്കെ നല്ല സന്തോഷം. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും നേരെ ബസ് എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യണതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.